അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പ്രമേയം തന്നെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് എന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദൂതനാണ് എന്നും വിശ്വസിക്കലാണ്. അഥവാ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് തെളിയിക്കാൻ കേവലം ബുദ്ധി മാത്രം മതി. എന്നാൽ ആ സൃഷ്ടാവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മനുഷ്യനിലേക്ക് എത്തിക്കാൻ ദൂതന്മാരുടെ ആവശ്യം ഉണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമേയം പോലും നമ്മെ ഉണർത്തുന്നത്. അമ്പിയാക്കളുടെ ആവശ്യം എന്ത് എന്നൊരു ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ ഈ വുജൂദിനും അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിനും അള്ളാഹുവിൻ്റെ ചില സിഫാത്തുകൾ നമുക്ക് ഉൾക്കൊള്ളുവാനും കേവലം ബുദ്ധി മാത്രം മതി. എന്നാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യന് ലഭിക്കുന്ന ദൈവിക നിർദ്ദേശം ലഭിക്കാൻ കേവലം മനുഷ്യൻ്റെ യുക്തി അതിന് പര്യാപ്തമല്ല. മറിച്ച് അവിടെയാണ് അമ്പിയാക്കളെ അയക്കുന്നതിലുള്ള പ്രസക്തി വരുന്നത്. ഈ ആശയം നാം എപ്പോഴും ഉരവിടുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് എന്ന് പറയുന്ന ആശയത്തിലൂടെ നാം എപ്പോഴും ഓർമ്മിക്കുന്നത് ഈ ആശയമാണ്. അള്ളാഹു നമുക്ക് ഈ മാർഗത്തിലേക്ക് ശരിയായ ദിശ കാണിച്ചു തന്നില്ലായിരുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സന്മാർഗത്തിലേക്ക്, യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരുമായിരുന്നില്ല. അബദ്ധസഞ്ചാരിയായി സഞ്ചരിക്കുന്ന ഒരു യാത്രികന് അദ്ദേഹത്തിന് ഒരു വാഹനവും റൂട്ട് മാപ്പും നമ്മൾ കൊടുക്കുന്നത് പോലെയാണ് അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ അയക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ നിർദ്ദേശങ്ങൾ തരുക എന്നത് അള്ളാഹുവിൻ്റെ മേലിൽ ബാധ്യതയുള്ള ഒരു സംഗതിയല്ല. അള്ളാഹു അങ്ങനെ ചെയ്തു തരുക എന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് മാത്രമാണ്. അള്ളാഹു തആല അവൻ്റെ സൃഷ്ടികളെ ഈ ഭൂമി ലോകത്തേക്ക് അയക്കുമ്പോൾ അവർക്കിവിടെ ജീവിക്കുന്നതിൻ്റെ തൽഫലമായി പരലോകത്ത് അതിൻ്റെ പ്രതിഫലനങ്ങൾ നൽകപ്പെടും. അതിനുവേണ്ടി ദൂതന്മാരെ അയക്കണം എന്നത് അള്ളാഹുവിൻ്റെ വാജിബായ കാര്യങ്ങളിൽ പെട്ടതല്ല. മറിച്ച് അടിമകളോടുള്ള കനിവിൻ്റെ ഭാഗത്തിലൂടെയാണ് അള്ളാഹു തആല ഇത് നമുക്ക് നൽകുന്നത്. അപ്പോൾ അള്ളാഹു തആല ഇവിടെ ഒരു നിവാം, ഒരു ഘടന സൃഷ്ടിച്ചു. തൻ്റെ പരകോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യനെയും ജിന്നിനെയും അവർക്ക് വിശേഷ ബുദ്ധി നൽകുകയും അതുമൂലം അവർക്ക് യഥാർത്ഥ സൃഷ്ടാവിനെ കണ്ടെത്തുകയും ആ കണ്ടെത്തുന്നതിലൂടെ ആ സൃഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടി അവരെ നിർബന്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ പ്രപഞ്ചനാഥൻ ദൈവിക ദൂതന്മാരെ നിശ്ചയിക്കുകയും എന്ന ഒരു നിവാം, ഒരു സിസ്റ്റമാണ് അള്ളാഹു സ്വീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരും, മറ്റുള്ള സാധ്യതകൾ അള്ളാഹുവിന് സ്വീകരിച്ചുകൂടായിരുന്നില്ലയോ? സ്വീകരിക്കാം. പക്ഷേ യുക്തിയെ പടച്ച എല്ലാ യുക്തിയും അറിയുന്ന സർവജ്ഞാനിയായ അല്ലാഹു തആല ഈ ഒരു സിസ്റ്റം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ഹിക്മത്തുൻ ഇലാഹിയ ഉണ്ട്. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്തുൻ ഇലാഹിയ ഉണ്ട്. ആ ഹിക്മത്തുൻ ഇലാഹിയ നമ്മൾ കൂടുതൽ അന്വേഷിച്ച് അതിൽ ചിന്തിച്ചാൽ നമുക്ക് ലഭിക്കും. സ്വാഭാവികമായും ഇവിടെ 10 പേർ ഈ ആശയത്തിന് ഇങ്ങനെ ഒരു ആശയം ചിന്തിക്കുകയാണെങ്കിൽ ദൈവദൂതന്മാരെ അയക്കുന്നതിന് പകരം അള്ളാഹുവിനെ മറ്റേതെങ്കിലും റൂട്ട് കൂടായിരുന്നില്ലയോ എന്ന് മനുഷ്യൻ ചിന്തിച്ചാൽ, ഒരു 10 പേർ ചിന്തിച്ചാൽ 10 ആശയങ്ങളാണ് ലഭിക്കുക. അപ്പോൾ ഈ 10 ആശയങ്ങളെയും പ്രായോഗികവൽക്കരിക്കുക എന്നത് അപ്രായോഗിക കാര്യമാണ്. അപ്പോൾ അല്ലാഹു തആല സ്വീകരിച്ച നിവാമിനെ അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രായോഗികം. മനുഷ്യൻ തീരുമാനിച്ച തീരുമാനത്തിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് എന്നത് അത് ഒരു തരം ശാഠ്യമുള്ള സ്വഭാവമാണ്. രണ്ടാമതായി ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, അല്ലാഹു തആലക്ക് എല്ലാ ആളുകളിലും വഹിയെ ഇറക്കിക്കൂടായിരുന്നു? ഓരോ വ്യക്തിജാലങ്ങളിലൂടെയും വെളിപാട് ഇറക്കിക്കൊണ്ട് അവനക്ക് അവൻ്റെ മതത്തെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൂടെ കൂടായിരുന്നല്ലോ എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരും. അതിനെയും നമ്മൾ ബാത്തിലാക്കണം. കാരണം
ഓരോ ആളുകളിലേക്കും അള്ളാഹുവിന്റെ ഉദ്ബോധനം വഹി ഇറങ്ങുകയാണ് എങ്കിൽ ഇവിടെ അധാർമികതയും അരാജകത്വവുമാണ് ഉണ്ടാവുക. ഒരാൾ പറയും എനിക്ക് അള്ളാഹു സിന ഹലാലാക്കിയിട്ടുണ്ട്, മറ്റേയാൾ പറയും അയാൾ എനിക്ക് ഹലാലാക്കിയിട്ടില്ല. അങ്ങനെ ഇവിടെയുള്ള സുസ്ഥിരമായൊരു ജീവിതത്തിന്റെ സുഖകരമായൊരു നടത്തിപ്പിനെ അത് വല്ലാതെ ബാധിക്കും എന്നതുകൊണ്ടാണ് അള്ളാഹു തആല ഈ ഒരു തീരുമാനത്തെ തിരഞ്ഞെടുത്തത് എന്ന് നാം മനസ്സിലാക്കണം. ഈ ആശയത്തെ ബഹുമാനപ്പെട്ട ഉമറുൻ നസഫി റഹിമഹുല്ലാഹ് അവിടുത്തെ അഖായിദുൻ നസഫിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വഫീ ഇർസാലി റസൂലി ഹിക്മത്തുൻ വഖദ് അർസലല്ലാഹു തആല റുസുലൻ മിനൽ ബസരി ഇലൽ ബസരി മുബശ്ശിരീന വമുൻദിരീന വമുബയ്യിനീന ലിന്നാസി മാ യഹ്താജൂന ഇലൈഹി മിനദ്ദീനി വദ്ദുനിയ. അല്ലാഹു തആല അയച്ചതിന്റെ ലക്ഷ്യം അയക്കുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരുടെ ആദർശങ്ങളിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.